വെൽക്കം ടു സെൻട്രൽ ജയിൽ. നല്ല സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളെ നാടൻ ബ്ലോഗേഴ്സ് ജയിൽ ജീവിതം വേണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം ആണ് ചെറുതായിട്ട് അവിടെയും ഇവിടെയായിട്ട് പറഞ്ഞുതരാം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂഡ് പറവച്ച. ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്, ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്. ഇവിടെയും ശ്രീകോവിലും മാത്രമേ ഞാൻ തല കുനിച്ച് കയറുള്ളൂ. ഭഗവാനേ ഫുള്ള് ടൈമാണ്. രാവിലെ 6 മണിക്കൊരു ബെല്ലടിക്കും. പിന്നെ ഒരു 7 മണിക്ക് കുളിക്കാൻ വിടും. ഒരു നടുവിൽ ഇത്ര പോകുന്നൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ടാവും. ഇവിടെ വെളുപ്പിന് ഒരു കുളി കഴിഞ്ഞതാ. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന് ചൊറച്ചില്ല, വെളുക്കണില്ല എന്ന് പറഞ്ഞ അപ്പുറത്ത് പോയി കുളിച്ച്. എങ്കിൽ ബാത്ത് ടബ്ബിൽ കുളിക്കാം. ഇതാണ് ഇവിടുത്തെ ബാത്ത് ടബ്. കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഒപ്പം തന്നെ ബാത്റൂം ഉണ്ടാവും. ബാത്റൂം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ലെന്ന് ഡോറ് മുട്ട് വരെ വലുപ്പമുള്ള ഒരു ഡോറ് എത്തി കഴിഞ്ഞാൽ ഉള്ളിക്ക് കാണാനൊക്കെ പറ്റും. കാരണം ഇതാണ് കക്കു. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോത്തെ. ഏത് നേരം ഇതിന്റെ അകത്താ. പിന്നെ തിരുമ്പല് കുളിക്കല് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മള് ടകട പറഞ്ഞിട്ട് പരിപാടികൾ തീർത്തിട്ട് ഈ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഒരു 8-8:30 ഒക്കെ ആവും. അത് എനിക്ക് 4 നേരം തന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. ചപ്പാത്തി 3 ചപ്പാത്തി വരും. നീ അല്ല റവപ്പുമാവാണെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി ഒക്കെ കൊടുക്കില്ലേ, അതേമാതിരി സാധനത്തിൽ വരും. അതും പട്ടാണി കൂട്ടാനും. ഇന്ന് പൗർണമി ഉണ്ട്. സ്പെഷ്യലി പൗർണമി എന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറിൽ തന്നെ ഇങ്ങനെ പൂർണ്ണ വൃത്തത്തിൽ ബ്ലാക്ക് ഓംലേറ്റ് ഉണ്ടാവും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റാവനും. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ആവും. ഇഡ്ഡലി ഒരു 5 ഇഡ്ഡലി വരും. കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ട്. ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡ്ഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പിന്നെ നമ്മള് സുഖമായിട്ട് കടന്നുറങ്ങാം. ആരേനും ഒന്നും നോക്കണ്ട. കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാണ്. നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു. എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഫുഡ് ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്, അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. അതും കഴിഞ്ഞ് കഴിഞ്ഞാല് കറക്റ്റ് 12 മണിക്ക് വരും. പ്ലേറ്റ് എടുത്തോളിട്ടോ പറയും. ചോറ് മീൻകറി ആണെന്നുണ്ടെങ്കിൽ ആളുടെ വലിപ്പമുള്ള അയില. ഈ വലിപ്പം ഉണ്ടാവും ഒരു അയിലൊക്കെ. കുടിയെ കിട്ടും നിങ്ങൾക്ക്? ഇല്ലല്ലോ, ജയിലിൽ കിട്ടും. പറയണ്ടായിരുന്നു. നീ എന്തൊക്കെയാടാ ഈ പറയണത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ജയിലിൽ പോവാൻ പ്രേരിപ്പിക്കല്ല അത്. ജയിലിൽ പോകാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കല്ല. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലെ. ഇനി അല്ല മത്തിയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 4 മത്തി 5 മത്തി വെച്ച് കിട്ടും. ജയിലിൽ പോവാൻ പ്രേരിപ്പിക്കല്ല അത്. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. എന്താണ് ഒരു പോംവഴി എന്ന് പറ. തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. 5 മത്തി കിട്ടും. 5 മത്തിയും ചോറ് ഒപ്പം ഉപ്പേരി കറി അങ്ങനെ എന്താ വെച്ചാ കിട്ടും. ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. മീനും ചോറൊക്കെ തിന്നിങ്ങനെ വയറൊക്കെ സെറ്റായിരിക്കും. ഒരു 12 മണി 12:30 ആകുമ്പോഴേക്കും. അപ്പൊ വരും ഒരു 2 മണിയാകുമ്പോ ചായ റെഡി ആട്ടോ. ചായ റെഡി ആയെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തൂടെ? ടക്കണ ഓടിയിട്ട് പ്ലേറ്റ് എടുക്കുക. ചോറ് തരും, രസം തരും, അച്ചാറും തരും. ചില ദിവസം സാമ്പാറാവും. ഓരോ ദിവസത്തിനനുസരിച്ചിട്ട്. പിന്നെ ചിലപ്പോ പൂള തരും. മീനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പൂള തരും. ചിലപ്പോ ഫുഡാണെങ്കിലാ 5 സ്റ്റാർ ഫുഡല്ലേ. വീട്ടിൽ വന്ന സുഖം കിട്ടുമോ? വീട്ടിലെ ജീവിതമല്ല ഇവിടുത്തെ ജീവിതമോ. 3 നേരം സാറ് ഭക്ഷണോ. എന്താ പറഞ്ഞ ഇന്നലെ ബിരിയാണി, മട്ടൻ ബിരിയാണി. പിന്നെ മദ്യപിക്കേണ്ടവർക്ക് മദ്യപിക്കാം. കുറച്ചേരം ക്യാരംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉള്ളില് കളിക്കാൻ ക്യാരംസ് ഉണ്ട്, അതേമാതിരി ചെസ് ഉണ്ട്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇവിടെ ഇപ്പൊ ഹാപ്പി ലൈഫാണ്ടി. നിങ്ങൾ എന്ത് പറയണ? നിങ്ങൾ ജയിലിലാണ്. ജയില് സ്വർഗാണ് ഇപ്പോ. പണ്ടത്തെ ജയിലൊന്നല്ല. കേറിയപ്പോഴേക്കും നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. ഫുള്ള് കിടക്കണവര് ഫുള്ള് നമ്മുടെ വീഡിയോ കാണുന്നവര്. പിന്നെ ആ വൈബിൽ ആ വർത്താനം പറഞ്ഞിരുന്നു. എങ്കൾക്കും കാലം വരും, കാലം വന്നാൽ வாழ்வு வந்தால் പോലെ
സംഭവം രസമുള്ള പരിപാടിയാണ്. വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും അറിയില്ല, പുറത്ത് വേറൊരു ലോകം. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ജയിലാണ് മോളെ, ജയില്. സ്വന്തമായിട്ടൊരു റൂം 14 ദിവസം എൻജോയ് വിത്തിലൂടെ സാറ്റിടുന്നതോടെ അതാണ് ജീവിതം. ഉച്ചക്ക് ആംപ്ലേറ്റ്, ചോറ്, പേരി അപ്പേരി ഒക്കെ. 4 മണിക്ക് ചായ, ഒരു വട.